നമസ്കാരം, മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കേറിപ്പോന്നോളി. പ്രേക്ഷകരെ, ചില ഹോട്ട് കഥകൾ പങ്കുവയ്ക്കാനുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിനാണ്. അത് സിനിമാ നടികൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ്. എനിക്കെതിരെ ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല, അപ്പം അടിക്കണം. കാരണം നോക്കി, ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം. എടാ മോനെ, ഉപദേശവും ഞാലാട്ടിക്കലും ഒരുമിച്ച് ഹിക്കായുടെ വീരശൂര പരാക്രമ കഥകൾ കേട്ട് കോടതിയിലെ പൊന്നു ജഡ വരെ കിളി പോയെന്ന്. വിയർത്തിട്ട് ഇട്ടിരുന്ന കറുത്ത കോട്ടൂരി മൂപ്പരി വീശിയെന്ന അരക്കമ്പി. ഇക്കായ്ക്ക് നടിയുടെ ഗുഹ്യരോമം വേണം. പറിക്കാൻ പോയിട്ട് ദേ പറഞ്ഞൊട്ടി ഒളിവിൽ പോകേണ്ട ഗതികേടും തീർന്നില്ല. ജഡേജ, ഞാൻ നിരപരാധിയാണ്. ഈ പെണ്ണുപിള്ള കള്ളക്കേസ് കൊടുത്തയാണ് സിദ്ദിഖ ഒരൊറ്റ കീച്ച. തന്റെ ലൈംഗിക അവയവം കടത്തി ബലാത്സംഗം ചെയ്തു എന്ന് പരാതിയിലില്ല. അയ്യേ പറ്റിച്ചേ. സിദ്ദിഖാന്റെ ഘോരം വാദം. ഉയ്യോ, എന്റെ നീതിദേവതയുടെ കണ്ണല്ല കെട്ടേണ്ടത് ചെവിയാണെന്ന് ജഡ്ജി. ഇറങ്ങി പോടാ, യവനെ ആരേലും വിളിച്ചോണ്ട് പോടേ ഒന്ന്. IPC 375 വകുപ്പിൽ പണഞ്ഞിരിക്കുന്നത് എന്തുവാ നിങ്ങൾക്ക് അറിയാമോ? ലൈംഗിക അവയവം ഉപയോഗിച്ചുള്ള പീഡനം മാത്രമല്ല, മറ്റേത് ഭാഗം കൊണ്ടാണേലും അത് ബലാത്സംഗമാണ്. സിദ്ദിഖ പ്ലിങ്ങുകൾ ഏറ്റുവാങ്ങാൻ സിദ്ദിഖാന്റെ ജീവിതം പിന്നെയും ബാക്കി. കോടതി മുൻകൂർ ജാമ്യം തള്ളിയ അന്ന് മുങ്ങിയതാ സിദ്ദിഖ, ഇതുവരെ പൊങ്ങിയിട്ടില്ല. പോലീസെ പിടിയവനെ. എന്നെയാ? ഇന്നാ? വെള്ളിയാഴ്ചയാ? തിങ്കളാഴ്ച ആവട്ടെ. പിണറായി പോലീസിനെയും കൊതിപ്പിച്ചു കടന്ന സിദ്ദിഖ. കൊച്ചിയിൽ സിദ്ദിഖ ലങ്ങോട്ട് വെച്ചു പിടിക്കുന്നു തിരുവനന്തപുരത്തെ പോലീസ്. ആലപ്പുഴയിൽ സിദ്ദിഖാന്റെ കാറ് ലങ്ങോട്ട് പോണ് പോലീസ്. കിട്ടിയില്ല. ആഭ്യന്തര വകുപ്പ് വളരെ മികച്ചതായതുകൊണ്ട് സിദ്ദിഖാനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ സിദ്ദിഖായും പോലീസും കൂടെ കീഴടങ്ങൂ ഒന്നടങ്ങൂ പൊന്നു സിദ്ദിഖ, ആഭ്യന്തര നാറി നാണം കെട്ടു. കാരണഭൂതൻ കരച്ചില നിലവിളിയ, ഇരട്ട ചങ്ക് ഓട്ടച്ചങ്കെന്ന് നാട്ടാർ. അറസ്റ്റൊന്ന് ചെയ്തോട്ടെ പൊന്നിക്ക. അറ്റിച്ചേ, ഞാൻ വരൂല്ല. അയ്യട്ടാ, സിദ്ദിഖ വീണ്ടും പോലീസിനെ പറ്റിക്കുന്നു. സുഹൃത്തുക്കളെ, കരച്ചില, നിലവിളിയ, ആഭ്യന്തര വകുപ്പിൽ കൂട്ടം ഒപ്പാരിയിടല. എന്തിനല്ലേ ഇവര് മറുപടി പറയണ? ഇത് ഒന്നാമതൊരു MR അജിത് കുമാർ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഡിങ്കോൾഫികൾ പോലും തീർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കൂട്ടത്തിലാണ് സിദ്ദിഖാനെ പിടിക്കാൻ പറ്റുന്നില്ല. നിന്ന നിപ്പിലല്ലേ കുൽസിത ഇക്ക ആവിയായി പോയത്. ഈ പാതാളം കാണും തുറന്നു പോയോ എന്തോ. സിദ്ദിഖിനെ കുടുക്കി മുകേഷിനെ നൈസ രക്ഷിക്കാൻ നോക്കിയതാ. ബട്ട് സിദ്ദിഖ 8ന്റെ പണിയും വെച്ച് 16-നുള്ള പരിപ്പോടെയും ചായയും കൊടുത്തിട്ട് ഒരു പോക്ക് പോയി. ദാവൂദ് ഇബ്രാഹിമിനെയൊക്കെ പിടിക്കാനുള്ള ബിൽഡപ്പുമായിട്ട് ഇറങ്ങിയേക്കുവാ ഇപ്പൊ പോലീസ്. മൂപ്പരെ മുക്കിയതും പിണറായി പോലീസാണെന്നൊരു കരക്കമ്പി ഉണ്ട്. സിദ്ദിഖാനെ കയ്യിൽ കിട്ടിയാൽ പോലീസിന് കുളിര് കോരാനുള്ള ഐറ്റങ്ങൾ കുറേയുണ്ട്. ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങളിലേക്കും, ഉത്തരങ്ങളിൽ നിന്ന് ചോദ്യങ്ങളിലേക്കും ഒരു ചൂടൻ യാത്ര. അമ്മാതിരി വെടിപ്പുരയ്ക്ക് തീ പിടിച്ച കഥയല്ലേ ഹൈക്കോടതിയിൽ സിദ്ദിഖ വിളമ്പിയത്. ഇതൊക്കെ സർക്കാർ കടലാസയിൽ എങ്ങനെ എഴുതും പിള്ളേച്ചായത്? ഹിജാതി ഹോട്ട് കഥകൾ. ഈ നാട്ടക്കേസൊക്കെയാണല്ലോ മുഖ്യം കയറി പിടിക്കുന്നത്. ഇത് കൂട്ടത്തിലുള്ള മുകേഷ് മോന്റെ കഥകയിൽ മുട്ടിന് പരിഹാരം കാണാൻ ഓൻ ഔഷധ ഗുണമില്ലേ എന്ന് നമ്പർ ഇറക്കിയേക്കുവാ മുഖ്യൻ. MLAയുടെ ലൈംഗിക ശേഷി പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടു. തീർന്നില്ല സുഹൃത്തുക്കളെ, മലയാള സിനിമയിൽ ഒരു കൂട്ട ലൈംഗിക ശേഷി പരിശോധന വേണമെന്നാണ് കോടതിയുടെ ഒരു ഇത്. സിദ്ദിഖ, ഇന്റർവെൽ ബാബു എല്ലാവരും ക്യൂല. മകനെ മടങ്ങി വരൂ. ക്ലിഫ് ഹൗസിൽ കണ്ണീരോടെ കാത്തിരിക്കുന്നു ആഭ്യന്തര മന്ത്രി. സിദ്ദിഖാനെ കിട്ടിയാലേ ആ ഗ്യാപ്പിൽ മുകേഷിനെ ഒന്ന് ഊരിയെടുക്കാൻ പറ്റൂ. എന്നാലും എന്റെ പൊന്നണ്ണ, പലതരം പീഡന കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇത് ആദ്യമായത്. സിദ്ദിഖാന്റെ സൂക്കേടുകൾക്ക് കാമസൂത്രയിൽ പോലും പരിഹാരമില്ല. ഇറ്റ്സ് ഇൻക്യൂറബിൾ. ഈ നാറിയ കഥയെല്ലാം കേട്ട് മുഖ്യൻ നെഞ്ചത്തടി നിലവിളിവ. ഞാൻ ഭരിക്കുമ്പോ മാത്രം എന്തടേ വെടിപ്പുരയ്ക്ക് തീപിടിത്തം.
സിദ്ദിഖിനെ കുടുക്കിയിട്ടാണേലും മുകേഷിനെ രക്ഷിക്കണം. ഈ ഒരു ആശയം മാത്രമേ ഇപ്പൊ മുക്കിന്റെ ഉള്ളിലുള്ളൂ. സിദ്ദിഖിന്റെ ജാമ്യ കേസിൽ കോടതി വിധി വരുന്ന ദിവസം തന്നെ നോക്കി മുകേഷിനെ അങ്ങ് അറസ്റ്റ് ചെയ്യിച്ചു, വിട്ടയച്ചു. അറസ്റ്റ് ചെയ്തെന്നുമായി, ബട്ട് സിദ്ദിഖിനെ തപ്പി പോലീസ് പരക്കം പാഞ്ഞ വാർത്ത കത്തി അങ്ങ് പടർന്നു. ചാനൽ ചർച്ചകളിലും പത്രവാർത്തകളിലും മുകേഷിന്റെ അറസ്റ്റ് രണ്ടാമതായി. ഒന്നാമത് ഗപ്പടിച്ച് നിൽക്കുന്നത് സിദ്ദിഖ തന്നെ. ബലാത്സംഗക്കാരോട് ഇരട്ട നീതിയോ, അതും ഈ സർക്കാർ. മോശമായി പോയി കപ്പിത്താനെ, മോശമായി പോയി. മുഖിന്റെ അവസാന നാളുകളിൽ അതല്ല മുഖിന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇമ്മാതിരി തീപിടുത്തവിടെ. ഇനിയും തീപിടിച്ച കഥകളുണ്ട്. അപ്പൊ കാണാം.